ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള ഉപവാസത്തെക്കുറിച്ചുള്ള വചനഭാഗമാണ്. ഈ വചനഭാഗം ഒരു വിവാദ വിവരണമാണ്. ഉപവാസമാണ് വിഷയം. വിശുദ്ധ മത്തായിൽ മാത്രമാണ് ഈ തർക്കം യോഹന്നാൻ്റെ ശിഷ്യരും യേശുവും തമ്മിലാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വന്ന ചോദ്യം ഉന്നയിക്കുന്നത് യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. എന്നാൽ വിശുദ്ധ മർക്കോസിലും വിശുദ്ധ ലൂക്കായിലും ഈ ചോദ്യം ചോദിക്കുന്നത് പൊതുജനമാണ്. നിയമമനുസരിച്ച് വർഷത്തിലൊരിക്കലേ ഉപവസിക്കാൻ ആവശ്യപ്പെടുന്നുള്ളൂ, അതും പാപപരിഹാര ദിനം, ലേവ്യരുടെ പുസ്തകം 16:29. എന്നാൽ ഫരിസേയർ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിച്ചിരുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഭക്തരായ യഹൂദരും വർഷത്തിൽ പല പ്രാവശ്യം ഉപവസിച്ചിരുന്നു. യേശുവിൻ്റെ ശിഷ്യർ ഈ നിയമം അനുസരിച്ചില്ല, ഉപവസിച്ചില്ല. എന്നാൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ തപസ്സനുഷ്ഠിച്ച് ജീവിച്ചു. അവരാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നത്. തൻ്റെ മറുപടിയിൽ യേശു പുതിയ നിയമത്തിൻ്റെ നവ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തൻ്റെ മറുപടിയിൽ യേശു ശിഷ്യരെ പരിരക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. വിലാപത്തിൻ്റെ അടയാളം, ഉപവാസം വിലാപത്തിൻ്റെ അടയാളമാണെന്നും യേശു ആരംഭിച്ച പുതിയ യാഥാർത്ഥ്യത്തിൽ വിലാപത്തിന് സ്ഥാനമില്ലെന്നും ആയതിനാൽ തന്നെ തൻ്റെ ശിഷ്യർ ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്നും സൂചിപ്പിക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കേണ്ട ആവശ്യമില്ല. യേശു തൻ്റെ മറുപടിയിലൂടെ പുതുമയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുവിലൂടെ ആരംഭിച്ച പുതിയ നിയമത്തെ പഴയ നിയമത്തിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പഴയ നിയമം കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും കാലമായിരുന്നു. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമായിരുന്നു. കാത്തിരിക്കുന്നവർ ഉത്കണ്ഠാകുലരാണ്, ആകുലരാണ്. പ്രതീക്ഷിച്ചിരിക്കുന്നവൻ്റെ ആഗമനം വൈകുന്നതനുസരിച്ച് ഉത്കണ്ഠയും ആകുലതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഭക്ഷണപാനീയങ്ങൾക്ക്, സന്തോഷ പ്രകടനങ്ങൾക്ക് സ്ഥാനമില്ല. ചോദ്യകർത്താക്കളായ യോഹന്നാൻ്റെ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രസക്തമാണ്. യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയമാണ്. ശിഷ്യരുടെ ചിന്ത സ്നാപകൻ്റെ മോചനമാണ്. അതിനാൽ അവർ ഉപവസിക്കുകയും ദുഃഖമാചരിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സ്ഥിതി വ്യത്യസ്തമാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ ആനന്ദിക്കുന്നവരാണ്. എന്നാൽ യേശു ശിഷ്യന്മാർക്ക് ഉപവാസം ഒരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല. പഴയ നിയമം രക്ഷകനായി ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലെ തൻ്റെ ശിഷ്യന്മാർ തൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ കാരാഗൃഹവാസത്തിലും മരണത്തിലും ദുഃഖം ആചരിച്ചതുപോലെ തൻ്റെ ശിഷ്യന്മാർ തൻ്റെ മരണത്തിൻ്റെ ദുഃഖം ആചരിക്കും. അന്ന് അവർ ഉപവസിക്കും. നമ്മുടെ സഭയിൽ ആരംഭകാലം മുതൽ തന്നെ ഉപവാസവും പരിത്യാഗ പ്രവർത്തികളും നിലനിന്നിരുന്നു. ഈ ഉപവാസത്തിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നുവെന്നാണ്. എന്നാൽ ക്രിസ്തു കൂടെയുള്ളപ്പോൾ അവർ ദുഃഖം ആചരിക്കേണ്ടതില്ല, അവർ ആഹ്ലാദചിത്തരായിരിക്കണം. കാരണം മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖം ആചരിക്കേണ്ടതില്ല. ഉപമ പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പ്രബോധനം സ്ഥിരീകരിക്കുന്നത്. മണവാളൻ്റെയും മണവറത്തോഴന്മാരുടെയും ഉപമയിലൂടെ അവിടുന്ന് മണവാളനാണെന്നും തന്നിൽ വസിക്കുന്നവരുടെ ഗണമായി തിരുസഭയുടെ മണവാളനാണ് യേശുവെന്നും അവിടുന്ന് വെളിപ്പെടുത്തുന്നു, വ്യക്തമാക്കുന്നു. യേശു സഭയുടെ മണവാളനാണെന്ന ആശയം പുതിയ നിയമത്തിൽ സ്പഷ്ടമായി കാണാൻ കഴിയും. വിശുദ്ധ യോഹന്നാൻ 3:29 സ്നാപക യോഹന്നാൻ തന്നെ ഈ സത്യം പ്രഘോഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5:24-25 കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശത്തിൽ സഭയുടെ മണവാളനായി ക്രിസ്തുവിൻ്റെ മാതൃക സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് പഴയ നിയമ മതാനുഷ്ഠാനത്തിൻ്റെ പൊരുത്തക്കേട് അനുദിന ജീവിതത്തിലെ 2 ഉദാഹരണങ്ങൾ വഴി യേശു വ്യക്തമാക്കുന്നു. പഴയ വസ്ത്രവും പുതിയ തുണിക്കഷ്ണവും തമ്മിലുള്ള പൊരുത്തക്കേടും പഴയ തോൽക്കുടങ്ങളും പുതിയ വീഞ്ഞും തമ്മിലുള്ള പൊരുത്തക്കേടും. പഴയ വസ്ത്രം, പഴയ തോൽക്കുടവും പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നു. പുതിയ തുണിക്കഷ്ണവും പുതിയ വീഞ്ഞും യേശു നിയമത്തിന് നൽകിയ പുതിയ വ്യാഖ്യാനത്തെ സൂചിപ്പിക്കുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പഴയ വസ്ത്രം പഴയ നിയമത്തെയും പഴയ നിയമ സംവിധാനങ്ങളെയും സൂചിപ്പിക്കുന്നു. പുതിയ തുണിക്കഷ്ണം പുതിയ നിയമത്തെയും സഭയെയും സൂചിപ്പിക്കുന്നു. അന്നത്തെ
ശിഷ്യരുടെ വിരളതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. ആദിമസഭ ചെറുതാണെങ്കിലും അതിന് മറ്റൊന്നിൻ്റെ ഭാഗമാകാൻ പറ്റില്ല. സ്വതന്ത്രമായി നിലനിൽക്കുക തന്നെ വേണം. വീണ്ടും പഴയ തോൽക്കുടം പഴയ നിയമ ദൈവജനത്തെയും പുതിയ വീഞ്ഞ് പുതിയ നിയമ ദൈവജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പഴയത് നാശത്തിൻ്റെ വക്കിലാണെന്ന സൂചന നൽകുന്നു. പുതിയ വീഞ്ഞ് കൂടുതൽ വീര്യമുള്ളതായി ശക്തിപ്പെടുമെന്ന സൂചനയും നൽകുന്നു. പഴയതും പുതിയതും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന് യേശു വ്യക്തമാക്കുന്നു. ഫരിസേയരും നിയമജ്ഞരും പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആചാരാനുഷ്ഠാനങ്ങളോട് യേശു നൽകിയ പുതിയ നിയമം കൂട്ടിച്ചേർക്കാനാവില്ല. നിയമത്തിൻ്റെ അന്തസ്സത്ത എന്നത് നിയമം ഉൾക്കൊള്ളുന്ന ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ്. യഹൂദ നിയമങ്ങൾ സുവിശേഷ നിയമങ്ങൾക്ക് വഴിയൊരുക്കുന്നവയാണ് എങ്കിലും അവ ശ്രേഷ്ഠവുമാണ്. എങ്കിൽ തന്നെയും യേശുവിലൂടെ നൽകിയ പുതിയ നിയമത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെ മേൽ പഴയത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ശിഷ്യർ അതിനെ അതിജീവിക്കണം. യേശു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെതുമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ട് യേശുവിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള നിറസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് സന്തോഷവും ആഹ്ലാദവുമുള്ള ക്രിസ്തു ശിഷ്യരായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.